ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മളിന്ന് നമ്മുടെ ഇഷ ഫൗണ്ടേഷനിലോട്ട് പോകുകയാണ് കേട്ടോ. ചിക്കബല്ലപ്പൂരുള്ള ഇഷ ഫൗണ്ടേഷനിലോട്ടാണ് നമുക്കിവിടെ അടുത്തായിട്ടുള്ളത്. എന്നാലും ഒരു 10-85 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിലാണ് അങ്ങോട്ടേക്ക് എത്തുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഉച്ചലത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചലത്തെ ഫുഡ് ഇതുപോലെ നമ്മളെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഭയങ്കര കോമഡി ആയിരുന്നു. നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറ്റിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ടൊക്കെ കയറി ഇടയ്ക്കൊന്ന് ചായയൊക്കെ കുടിക്കാൻ നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ടാണ് നമ്മൾ യാത്ര തുടർന്നത്. നമ്മളവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ഫീ ആയിട്ട് അവരൊന്നും ചാർജ് ആക്കിയില്ല കേട്ടോ. ഇനിയിപ്പോൾ പാർക്കിംഗ് ഫീയുടെ കൂടെ ആഡ് ചെയ്തൊന്നും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. എത്ര രൂപയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. 20-50 എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും എല്ലാം. അങ്ങനെ നമ്മളിതാ ഇഷ ഫൗണ്ടേഷൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു, അമ്മാതിരി ആൾക്കൂട്ടമായിരുന്നു കേട്ടോ. നമ്മൾ പോയത് ശിവരാത്രിയോടനുബന്ധിച്ച് ആ ദിവസങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റ്നിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണി 7:20 ആകുമ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെന്ന സമയത്തും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 15 മിനിറ്റത്തോളം നീളുന്ന ഒരു ലൈറ്റ് ഷോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മുടെ ഒരു ഫാമിലി പബ്ബിലോട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ക്രീമി പാസ്ത ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും പോയി എന്ന് എൻജോയ് ചെയ്തു കേട്ടോ. അതുമല്ല ഈ പബ്ബ് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഫുൾ എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളും, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതുമല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറൊരു ഫീലായിരുന്നു കേട്ടോ. ഞാൻ കുറേയേറെ വീഡിയോസും പിക്സൊക്കെ അവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡാൻസ് പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കപ്പിൾസിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു കൊണ്ട് നമ്മൾ പിന്നെ പോകാനൊന്നും നിന്നില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം പോകാമല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പബ്ബിൽ പോയത് കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വെറൈറ്റി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതുപോലെ അവിടെ കുറേ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമല്ല ഒരു സൈഡിൽ ഇതുപോലെ മീനുകളൊക്കെ ഇങ്ങനെ താഴെക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഗ്ലാസ് ആയിരുന്നു സൈഡിലൊക്കെ. കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നൈറ്റ് കാണാനാണ് നല്ല ഭംഗി. അതുകൊണ്ട് തന്നെയാണല്ലോ പബ്ബൊക്കെ നൈറ്റ് ഓൺ ആവുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ പബ്ബിൽ വന്നിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ടൈം നമ്മളൊരു കപ്പിൾ ഡാൻസിങ്ങിനൊക്കെ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഒരു ട്രാവൽ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.